ഇപ്പൊ 42-43% പേരുടെ പിന്തുണയുണ്ട്. ആകെ 63-ൽ 43 പറയണ ആർക്ക്? കെ.സി. വേണുഗോപാൽ. എന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ 43 പോലും അല്ല, ഒരു 48-50 പേരുടെ പിന്തുണ ആർക്കുണ്ട്? കെ.സിക്കുണ്ട്. പിന്നെ ഒരു കാര്യം പറയാം, ഈ പറയുന്ന വി ഡി സതീശന് അനുകൂലമായിട്ടുള്ള ഒരു ചെറിയ ജനവികാരം കൂടിയുണ്ട്. ആ ജനവികാരത്തിന് പിന്നിൽ ചില പ്രശ്നങ്ങളുണ്ട്, ചില വലിയ വെസ്റ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റുകളുണ്ട്, നിക്ഷിപ്ത താല്പര്യക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകളൊക്കെയാണ് ഈ പറയുന്നത്. ഇപ്പൊ കേരളം മുഴുവൻ ഇനി ഞാൻ വേറൊരു കാര്യം, കേരളം മുഴുവൻ എങ്ങനെയാണ് ഒരേ ഹോർഡിങ്ങുകൾ, ഒരേ ഫ്ലക്സുകൾ, ഒരേ കാര്യങ്ങൾ വരുന്നത്? ഇതെങ്ങനെയാണ്? ഇത് ഓർഗനൈസ്ഡ് ആയിട്ടാണ്. അല്ലാതെ കോൺഗ്രസ്സുകാർ. ഞാനൊരു കാര്യം ചോദിക്കാം, താങ്കളോട് തപാച്ചു, താങ്കൾ വേറെ സിമ്പിളായിട്ട് ഒരു 10 പേര് വിളിച്ചെന്ന് തന്നെ ചോദിച്ചു. ഈ തെരഞ്ഞെടുപ്പിന്, ഞാൻ പറഞ്ഞ ബാക്കിയുള്ളതെല്ലാം വിട്ടേക്ക്, ഈ തെരഞ്ഞെടുപ്പിന് അതായത് കാശ് കൊടുത്തില്ലെങ്കിൽ ഒരു ബൂത്ത് പ്രസിഡന്റ് വർക്ക് ചെയ്യാൻ പോകാത്ത ആളുകൾ ആരോടെങ്കിലുള്ള ആത്മാർത്ഥത കൊണ്ട് സ്വന്തം കയ്യിലെ കാശ് കൊടുത്ത് ഫ്ലെക്സ് അടിച്ച് വെച്ചെന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കേട്ടിട്ട് കരച്ചിലാണ് ഉണ്ട്. ഇത് വിശ്വസിക്കുന്ന ആളുകളെ കുറിച്ച് എനിക്ക് കോമഡിയാണ് തോന്നുന്നത്. ഇല്ല, മറുനാൾ ഷാജിലേക്ക് ഒരു വീഡിയോ ഇട്ട് ഞാൻ ചിരിച്ച് മണ്ണ് കപ്പിയാണ്. ഈ കേരളത്തിൽ വോട്ട് ചെയ്തിട്ടുള്ള 90% ആളുകളും മറ്റേ വി ഡി സതീശന് വേണ്ടിയിട്ടാണ് UDF വോട്ട് ചെയ്തതെന്ന് പറഞ്ഞു. 90% എന്ന് പറഞ്ഞാൽ 1 കോടി ആളുകൾ. അപ്പൊ അതൊരു ഭരണവിരുദ്ധ തരംഗമായിരുന്നു. അല്ല, കുറച്ചൊന്ന് കുറക്കാൻ പാടില്ലെന്ന് ശരിക്കും എനിക്ക് ഷാജനോട് ചോദിക്കണമെന്നുണ്ടായി. കാരണം 90 എന്നുള്ള ഒരു 80-85 എന്ത് ചെയ്യാൻ പറ്റുമോ? പക്ഷെ പടവെറ്റി നയിക്കട്ടെ എന്നൊരു ഹാഷ്ടാഗ് ആണ് ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അത് നമ്മുടെ അടുത്ത ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കാത്ത. നമ്മൾ ഈ ജനവികാരം എന്ന് പറഞ്ഞ് ഇവർ ക്രിയേറ്റ് ചെയ്ത് യാഥാർത്ഥ്യമാണെന്നുള്ള അടുത്ത ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യണം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ കെ.സി. വേണുഗോപാലിന് ഈ പറയുന്ന ആളുകളുടെ പിന്തുണയുണ്ട്. ആ പിന്തുണ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അധികാരസ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഈ അധികാരസ്ഥാനത്ത് ഇരുന്നാലല്ലാതെ കോൺഗ്രസിൽ ആർക്കും തന്നെ അങ്ങനെ പിന്തുണ കിട്ടില്ല, ഉണ്ടാവാറില്ല. അല്ലെങ്കിൽ കെ കരുണാകരനോ എക്കാനിലേക്ക് എന്ന പോലെ അവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി എടുക്കണം.